നമ്മൾ ഐഡിയേഷൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ ഇതായിരിക്കും നല്ലൊരു സമയവും നിങ്ങളുടെ കൂടെ ഒരു കോ ഫൗണ്ടറിനെയും കൂടെ കൂട്ടാനുള്ളത്. കോ ഫൗണ്ടറോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററോ. കോ ഫൗണ്ടർ ആകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നൊരു ഗുണം, നിങ്ങളുടെ റോ ഐഡിയാസ് ഡിസ്കസ് ചെയ്ത് മറ്റൊരു പെർസ്പെക്റ്റീവും കൂടെ കിട്ടും ഈ കോ ഫൗണ്ടേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ. അപ്പോൾ അവർക്കുള്ള സ്കില്ല് നിങ്ങൾക്ക് ഇല്ലാത്തൊരു സ്കില്ലായിരിക്കണം. അതായിരിക്കണം അതിൻ്റെ മാനദണ്ഡം. കാരണം നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ കമ്പനി ഒരു കമ്പനിയായിട്ട് രൂപീകരിച്ച് ഒരു സംരംഭമായിട്ട് രൂപീകരിച്ച് കഴിയുമ്പോൾ പല പല നൂലാമാലകളുള്ള കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒരാൾക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു ഫൗണ്ടർ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണർ ആകുമ്പോൾ നിങ്ങൾക്ക് ഡെലിഗേറ്റ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വിറ്റി ആയിട്ട് കൊടുക്കാം, അതുമല്ല എന്നുണ്ടെങ്കിൽ വർക്കിംഗ് പാർട്ട്ണറായിട്ട് വെക്കാം. ബട്ട് വാട്ട് എവർ യു ആർ ഡൂയിങ്, നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് നിങ്ങളുടെ ഈ സ്വപ്നത്തിനെ അല്ലെങ്കിൽ ഈ ഐഡിയനെ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ, അവരെയാണ് നിങ്ങൾ കോ ഫൗണ്ടർ അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിലൊക്കെ നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ഇതിൻ്റെ ഒപ്പം തന്നെ പറയാനുള്ളത്, മൂലധന സമാഹരണത്തിന് പോകുമ്പോൾ പലരും ഒരു മികച്ച ഐഡിയ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റർ പറയുന്ന ഇക്വിറ്റി കൊടുക്കും. പിന്നെ അവസാനം തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തൊരവസരം വരും. അപ്പോൾ കഴിയുമെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒഴിവാക്കുക.